എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാനിന്നൊരു ഇൻട്രോ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഒരു കാരണമുണ്ട് കേട്ടോ. വേറൊന്നല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനൊരു 2-3 ദിവസം മുന്നേ എൻ്റെ വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു പല്ലിൻ്റെ വേദന ഒരു 5-6 മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വൃത്തിയുടെ സ്വഭാവം വെച്ചിട്ട് എന്തെങ്കിലും ഒരു സിംറ്റംസോ പെയിനോ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു പല്ല് റിമൂവ് ചെയ്യണ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പേടിയായി. അപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ കാണുക എന്നുള്ള ചിന്ത തന്നെ വേണ്ടെന്ന് വെച്ചു കേട്ടോ. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മ വിളിക്കുമ്പോഴും അതുപോലെ ഇവിടെ ഏട്ടനൊക്കെ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് നമുക്ക് റിമൂവ് ചെയ്യാം, അപ്പോൾ നിനക്ക് ഇത്ര പെയിൻ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞാലും ഞാൻ അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഞാൻ പെയിൻ കില്ലറാണ് കേട്ടോ യൂസ് ചെയ്തായിരുന്നത്. അപ്പോൾ വല്ലാതെ പെയിൻ വരുന്ന സമയത്ത് പെയിൻ കില്ലർ കഴിക്കും, അപ്പോൾ കുറച്ച് ഓക്കെ ആവും, പിന്നെ അതങ്ങനെ വിടും. പിന്നെ കുറച്ചുകൂടെ ഹെവി ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ നോക്കി നാട്ടുവൈദ്യം കാര്യങ്ങളും, വെളുത്തുള്ളി അതുപോലെ തന്നെ ഗ്രാമ്പൂ, തേന്, ജിഞ്ചർ, പിന്നെന്താ ഉപ്പുവെള്ളം, വായിലക്ക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ചെറിയ രീതിയിൽ എനിക്കത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ എനിക്കതും എഫക്റ്റ് ചെയ്യാതായി കേട്ടോ. പിന്നെ ഈ ഒരു പെയിന് ഒരു രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു 12 മണി കഴിഞ്ഞാൽ എനിക്ക് പെയിൻ വരും. പിന്നെ എനിക്ക് നൈറ്റ് ഒന്നും ഉറക്കമുണ്ടാവില്ല, കൂടെ കിടക്കുന്നവരെയും ഞാൻ ഉറക്കില്ല, കാരണം ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങും കേട്ടോ. സഹിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു പെയിനായിരുന്നു കേട്ടോ പല്ലിൻ്റെ വേദന. പല്ലുവേദന വരുന്നതിൻ്റെ കൂടെ തന്നെ തലവേദന, കഴുത്ത് വേദന, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. നൈറ്റൊന്നും ഒട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒട്ടും പറഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ഒരു വൃത്തികെട്ട അവസ്ഥയായിരുന്നു കേട്ടോ അത്. അപ്പോഴും ഇതേമാതിരി ഞാൻ പെയിൻ കില്ലർ കഴിച്ചു, ഡോക്ടറെ കണ്ടില്ല. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു പെയിൻ എനിക്ക് പകലും വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ രാത്രി എന്നല്ല പകൽ എന്നല്ല, 2 സമയത്തും എനിക്ക് ഒന്നിനും പറ്റാതായി. വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം കാര്യങ്ങളും നോക്കാൻ പറ്റുന്നില്ല. ഒരു തരം മെൻ്റൽ വന്നിട്ടുള്ളൊരവസ്ഥ. എല്ലാവരോടും ഭയങ്കരമായിട്ട് ദേഷ്യം. നമുക്കൊരു കാര്യത്തിലും പെയിൻ വന്നുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഡിപ്രഷൻ ലെവലിലോട്ടൊക്കെ ഞാൻ പോകുന്ന ഒരവസ്ഥ വരെ എനിക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഒടുക്കം വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്താലും ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയത്. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ രീതിയിലുള്ള ക്യാവിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു മേലത്തെ വിസ്ഡം ടൂത്തിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ക്യാവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എന്താണിത്, കാരണം ഞാൻ 2 നേരം ബ്രഷ് ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ടാവും വായുടെ അകത്ത്. പക്ഷെ എനിക്ക് ഇവിടെ ഒട്ടും സ്പേസ് ഇല്ല, ഈ ഒരു ഭാഗത്തും ഒട്ടും സ്പേസ് ഇല്ല. പിന്നെ എനിക്ക് അത്യാവശ്യം കവിളുള്ള കാരണം കൊണ്ട് തന്നെ, കവിള് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഈ ഒരു കവിളും ഈ ഒരു വിസ്ഡം ടൂത്തും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എത്രത്തോളം ബ്രഷ് ചെയ്താലും നമ്മുടെ ബ്രഷ് അങ്ങോട്ട് എത്തില്ല. അതാണ് ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു ടൂത്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വായൊന്ന് ക്ലീൻ ചെയ്ത് ഓക്കെ ആക്കാം, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്താൽ മതി, പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെയിൻ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൂത്ത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പെയിൻ മാറാൻ വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റിബയോട്ടിക് കഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള ആ ഒരു കുത്തുന്ന ഒരു പെയിനൊക്കെ മാറാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ മേലത്തെ പല്ലും താഴത്തെ പല്ലും, അതായത് അത് തമ്മിലിങ്ങനെ കൂട്ടി മുട്ടുന്ന സമയത്ത് പല്ലിന് മാത്രമായിട്ട് എനിക്ക് ചെറിയൊരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള ആ കുത്തലൊന്നും എനിക്ക് പെയിനായിട്ട് പിന്നെ തോന്നി. ഈ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു 3 ദിവസം ടാബ്ലറ്റൊക്കെ കഴിച്ച് നമ്മൾ 3-ാമത്തെ ദിവസം കാലത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പല്ല് പറിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ പല്ല് പറിക്കാൻ വേണ്ടി പേടി, അതായത് ഓരോ വീഡിയോസ് കണ്ട് ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും കണ്ട് പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രത്തോളം വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഒരു പെയിൻ അവിടെ ഫീൽ ചെയ്യുമ്പോൾ തന്നെ പോയിട്ട് നമ്മൾ ഡോക്ടറെ കാണാം. പിന്നെ എനിക്കിത് മേലത്തെ വിസ്ഡം ടൂത്തുമാണ്, എനിക്കിവിടെ സ്പേസും ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്താലും മതിയായിരുന്നു. പക്ഷെ എനിക്ക് റൂട്ട് കനാൽ ചെയ്താലും ഇവിടെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഇത് പറിച്ചെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോയി റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും.
അപ്പോൾ എന്നെ മാതിരി ഇങ്ങനെ പെയിനും കടിച്ച് പിടിച്ച് നമ്മുടെ ഉള്ള നല്ല ദിവസങ്ങളൊക്കെ കളഞ്ഞ് എനിക്ക് ഓണത്തിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കുറേ സമയങ്ങൾ നമ്മൾ വെറുതെ വേദനിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും കളയാതെ പേടി ഒന്നും അധികം ഇല്ലാതെ തന്നെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഡോക്ടറെ കാണുക. ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങാൻ നമ്മൾ കടിച്ചു പിടിക്കുന്ന ആ ഒരു വേദനയൊന്നും നമ്മൾ ഈ ഒരു പല്ല് പറിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ആവില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിവിടെ കാണിക്കാം അതെന്താണെന്നുള്ളത്. അപ്പം തന്നെ കുറേ പേർക്ക് ഈ ഒരു പേടി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേടിയായിട്ടാണ് ഞാൻ എൻ്റെ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേടി പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ, ആ ഒരു പല്ല് പറിക്കാൻ അവിടെ ഇരിക്കുന്നത് വരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് എന്നെ ആലോചിച്ചാൽ കിട്ടില്ല, അത്രത്തോളം ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുക, ആർക്കെങ്കിലും ടെൻഷനും കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ കാണുക. നമ്മൾ വിചാരിക്കുന്ന അത്ര പെയിനൊന്നുമില്ല എന്ന് ഞാൻ പിന്നെയും പറയുകയാണ്. അപ്പോൾ എൻ്റെ പല്ല് പറിച്ചിട്ട് ഇന്ന് എൻ്റെ 3ാമത്തെ ദിവസമാണ്. എനിക്ക് ചെറിയ രീതിയിലുള്ളൊരു നീരുണ്ട് എന്നല്ലാതെ വേറെ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ വായുടെ ഉള്ളിൽ നിന്നൊരു സാധനം നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് 2-3 ദിവസം കുറച്ചൊരു പെയിൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ അനുഭവിച്ച വേദനയുടെ 7 അയലത്ത് പോലും ഈ ഒരു പെയിന് വരില്ല. പിന്നെ ഞാൻ സംസാരിക്കുന്ന കേട്ടാൽ തന്നെ അറിയാം ഞാൻ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമ്മുടെ വീഡിയോസിലൂടെ നമുക്ക് കാണാം. പല്ല് പറിക്കാനായിട്ടൊരു 11:30 ക്ലിനിക്കിലെത്താൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 11:30 ആകുമ്പോൾ ക്ലിനിക്കിലെത്തി. അങ്ങനെ നമ്മളോട് ഓരോ കാര്യങ്ങൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള ടെൻഷനാണ് എൻ്റെ മുഖത്ത്. എനിക്ക് എന്ത് പറഞ്ഞാലും തലയിൽ കയറാത്തൊരവസ്ഥ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ എനിക്കിങ്ങനെ സ്ട്രെസ് ലെവൽ കൂടാൻ തുടങ്ങി, ഹാർട്ട് ബീറ്റൊക്കെ കൂടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് തരിപ്പിക്കാൻ വേണ്ടി 2 ഇഞ്ചക്ഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ മോണയ്ക്കും ഒന്ന് അണ്ണാക്കിലേക്കുമാണ്. അപ്പോൾ മോണയിലുള്ള ഇഞ്ചക്ഷൻ വലിയ പ്രശ്നമില്ല, അണ്ണാക്കിൽ ഇഞ്ചക്ഷൻ നല്ല പെയിൻഫുള്ളാവും. അതുകൊണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ടെസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ള പേടി കണ്ടു. അപ്പോൾ പിന്നെ എന്നെ ഫ്രീ ആക്കാൻ വേണ്ടി ഡോക്ടർ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മോണയൊക്കെ നോക്കി എവിടെ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്. സ്വതവേ എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയുള്ള സാധനമാണ് കേട്ടോ. പിന്നെ ഞാനൊരു ധൈര്യം സംഭരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര പെയിൻ എനിക്ക് മോണയിലുള്ള ഇഞ്ചക്ഷനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ അണ്ണാക്കിൽ ചെയ്ത ഇഞ്ചക്ഷൻ എനിക്കൊരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ജീവൻ നെറുകിൽ കയറുന്ന അത്രത്തോളം പെയിനായിരുന്നു എനിക്ക് അണ്ണാക്കിൽ ചെയ്തൊരു ഇഞ്ചക്ഷൻ. അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത് അതിൻ്റെ സ്ഥലമൊക്കെ നോക്കിയിട്ട് ഡോക്ടർ ഇതാ അണ്ണാക്കിൽ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നല്ല പെയിനാണ്. അത് സിറിഞ്ച് എടുത്തതിന് ശേഷം നമ്മുടെ അണ്ണാക്കിൽ കനം കൂടി എന്തോ ഒരു സാധനം കെട്ടി തൂക്കിയ ഒരവസ്ഥയും നമ്മുടെ ഉമിനീര് ഒരു തുള്ളി പോലും തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ ഫേസിൽ ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 15 മിനിറ്റൊക്കെ അതൊന്ന് നന്നായി തരിച്ച് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ സംശയങ്ങൾക്ക് അറുതിയില്ലാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ ഡോക്ടറോട് സത്യം പറഞ്ഞാൽ ഡോക്ടർക്ക് സ്വൈര്യം കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സംശയങ്ങളും എൻ്റെ പേടിയൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു ഡോക്ടർ എന്നോട് കുഞ്ഞിനെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ മോളാണോ, എങ്ങനെയായിരുന്നു ഡെലിവറി, നോർമലായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ നോർമലാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു പെയിൻ എന്ന് ചോദിച്ചപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു എന്നോട് എന്തായാലും ഈ ഒരു പെയിൻ അത്രയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കൂളാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡോക്ടർ അടിപൊളിയായിരുന്നു കേട്ടോ. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും അറിയുന്നുണ്ടോ വായിലെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ തരിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ സെറ്റ് ചെയ്തു. അങ്ങനെ ടൂൾസും അതിൻ്റേതായ ടൂൾസൊക്കെ കൊടുന്ന് വയ്ക്കുമ്പോൾ എൻ്റെ നെഞ്ഞിങ്ങനെ അടിക്കുകയായിരുന്നു കേട്ടോ. ഡോക്ടർ പെയിൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും നമുക്ക് സംശയമാണല്ലോ. അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ പല്ല് പറിക്കൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, എനിക്ക് യാതൊരുവിധ കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. വായ അത്രത്തോളം തരിച്ചിട്ടിരിക്കുകയായിരുന്നു. പെയിനും കാര്യങ്ങളും ഓരോ പഞ്ഞിയിലും ബ്ലഡായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോഴും എനിക്കൊരു പെയിനും അപ്പോൾ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. വേറെ ഒന്നുമില്ല, എൻ്റെ വായുടെ ഉള്ളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടൂൾസ് കാര്യങ്ങളായിട്ട് അത് ഇട്ടിട്ട് നേരാവണ്ണം അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പല്ല് കുറച്ച് പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ പിടിച്ചിട്ട് അത് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ വളരെ ബുദ്ധിമുട്ടിട്ടോ. കുറേ അങ്ങോട്ട് പിടിയും വലിയൊക്കെ കൂടി പിന്നെ ഞങ്ങൾ കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം പിടിവലി മീൻസ് നമുക്ക് വേദനിക്കുന്ന രീതിയിലല്ല കേട്ടോ. അങ്ങനെ ഒരുവിധം എൻ്റെ പല്ലെടുത്തു കേട്ടോ.
അങ്ങനെ പല്ലെടുത്തിട്ടുള്ള എൻ്റെ അവസ്ഥയാണത്. വായയുടെ ഉള്ളിൽ പഞ്ഞി വെച്ചിരിക്കുകയാണ് കേട്ടോ, അതാണിങ്ങനെ. ഇനി ഞാൻ എൻ്റെ പല്ല് കാണിച്ചു തരാം. ഈ പല്ല് കണ്ടിട്ട് ഞാൻ ബോധം കിട്ടും കേട്ടോ. സാധാരണ വിസ്ഡം ടൂത്തിന് അതിൻ്റെ ഈ ആണിവേരുകളൊക്കെ ഒരുമിച്ചാണ് അത്ര ഉണ്ടാവുക. എൻ്റെ പല്ലിന് ഇതേ കണ്ടില്ലേ, അടുപ്പും കല്ല് കൂട്ടിയ പോലെ. ഇതുകൊണ്ട് തന്നെ ഇത് എടുക്കാൻ ഇത്ര പാടുപെട്ടിട്ടുണ്ടായിരുന്നു. പല്ലൊക്കെ പറിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പം നല്ല രീതിയിലുള്ള ക്ഷീണമുണ്ട് എനിക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ വായിൽ വെച്ചിട്ടുള്ള പഞ്ഞി വളരെ സൂക്ഷിച്ച് തന്നെ എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല്ല് പറിച്ച ഭാഗത്തൊരു രക്തക്കട്ട ഉണ്ടാവും, അപ്പോൾ അത് ഇളകി പോവാത്ത രീതിയിൽ വേണം അതെടുത്ത് കളയാൻ, അല്ലെങ്കിൽ പെയിനും ബ്ലീഡിങ്ങും കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇങ്ങനെ മെല്ലെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് സെഡേഷൻ തന്നത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് തീരും. അപ്പോൾ നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ടാബ്ലറ്റൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം എടുത്ത് കളഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തണുത്ത ഐസ്ക്രീമോ ഫ്രൂട്ട് ജ്യൂസോ എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിരുന്നു. അപ്പോൾ ഞാനൊരു പ്ലെയിൻ ഐസ്ക്രീമാണ് ആദ്യം തന്നെ കഴിക്കണത്. പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ചൂടുള്ളത്, എരിവ്, പുളി, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കരുത്, കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കരുത്, ഫ്ലൂയിഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഐസ്ക്രീമാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വേറൊന്നല്ല, നമ്മുടെ വായയിൽ ഒരുപാട് പിടിയും വലിയൊക്കെ കൂടിയോണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ വായയിലും ചുണ്ടിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം മുറിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്തത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഞാനൊരു ബൗൾ ഐസ്ക്രീം കഴിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ഐസ് ക്യൂബൊക്കെ എടുത്ത് പല്ല് പറിച്ച് കവിളിൻ്റെ മേലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ നീരെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ നല്ലതാണെന്ന് പറഞ്ഞ് അത് പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞിയും തൈരും കൂടെ കഴിച്ചായിരുന്നു. പക്ഷേ എനിക്കത് മുഴുവനായി കഴിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ വെള്ളം നമ്മൾ കുപ്പിയിലാക്കി കുടിക്കരുത്, വായിൽ വെച്ചിട്ട് തന്നെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. അതെനിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു, കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ഷീണവും വേദനയും ഒക്കെ കാരണം ഞാൻ പോയി കിടന്നു. നന്നായി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീറ്റു. അപ്പോൾ ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ പെയിനൊക്കെ ഉണ്ടാവും. പിന്നെ ഡോക്ടർ പറഞ്ഞ ടാബ്ലറ്റ് നമ്മൾ അതേ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിനിൻ്റെ ഒരു വേദന കുറച്ച് കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹെവി ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വൈകിട്ടൊരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഐസ് ക്യൂബൊക്കെ കവളത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഞാനൊരു ദോശ മാത്രമേ എടുത്തിട്ടുള്ളൂ, കറിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എരിവും പുളിയൊന്നും തട്ടാൻ പാടില്ലല്ലോ. പിന്നെ ചെറിയ നീരും അതുപോലെ ചെറിയ പെയിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ദോശ തന്നെ ഞാൻ കഴിക്കാൻ വളരെ പാടുപെട്ടു. വായൊന്നും വലിയ കാര്യമായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കിടന്നു കേട്ടോ. പിറ്റേന്ന് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല, ഞാൻ നല്ല പെയിനാണ് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കുഞ്ഞു പെയിനും വളരെ കുറച്ച് നീരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂടിൽ ഉപ്പുവെള്ളം വായിലാക്കി വെക്കാൻ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ 2 ദോശയും കുറച്ച് കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പല്ല് പറിച്ച ദിവസം എനിക്ക് വാ തുറക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എനിക്ക് അതിനൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വായയുടെ പല്ല് പറിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തു കൂടിയാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പല്ല് പറിച്ച ഭാഗത്ത് പോയിരുന്നിട്ട് വേറൊരു ഇൻഫെക്ഷനും കാര്യങ്ങളും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കെയർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഐസ് ക്യൂബൊക്കെ കവളത്ത് വെച്ച് കൊടുക്കലും ഉപ്പുവെള്ളം വായിൽ പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ചോറും തൈരും പരിപ്പും അതുപോലെ ഒരു പ്ലെയിൻ ഓംപ്ലേറ്റുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. പിന്നെ ചായക്ക് പകരം വൈകിട്ടൊരു ജ്യൂസൊക്കെ കഴിച്ചു. ചൂടുള്ള സാധനം ഞാൻ മാക്സിമം ഒഴിവാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ വളരെ ഓക്കെയാണ് കേട്ടോ. ചെറിയൊരു പെയിൻ അല്ലാതെ വേറൊരു പ്രശ്നം എനിക്കില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.